ഇന്നലെ വൈകുന്നേരം 7 മണിയോടെയായിരുന്നു മേരിയുടെ അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് രണ്ടാഴ്ചയായി ചികിത്സയിലായിരിക്കെയാണ് അന്ത്യമുണ്ടായത്. മൃതദേഹം ഉച്ചയ്ക്ക് 2 മണിവരെ മേവള്ളൂരിലെ മകളുടെ വീട്ടിലും 3 മണി മുതൽ കോട്ടയം CPI ജില്ലാ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് കോട്ടയം മുട്ടമ്പലം വൈദ്യുതി ശ്മശാനത്തിൽ സംസ്കരിക്കും. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ആദ്യകാല വനിതാ നേതാക്കളിൽ ഒരാളായിരുന്ന കൂത്താട്ടുകുളം മേരി, തൊടുപുഴ ഉടമ്പന്നൂർ പള്ളിപ്പാട്ട് പത്രോസ് ഏലിയാമ്മ ദമ്പതികളുടെ മകളായി 1921 ജനിച്ചത്. വടകര സെന്റ് ജോസഫ് സ്കൂളിലെ പഠനകാലത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തി. കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെയായിരുന്നു തുടക്കമെങ്കിലും പിന്നീട് പി. കൃഷ്ണപിള്ള, EMS തുടങ്ങിയ നേതാക്കളെ പരിചയപ്പെടുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകൃഷ്ടയാവുകയും ചെയ്തു. തുടർന്ന് 1948 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഔദ്യോഗിക അംഗമാവുകയും പിന്നീട് പാർട്ടിയിൽ സജീവ പ്രവർത്തകയാവുകയും ചെയ്തു. 1949 വിപ്ലവകാരിയായ CS ജോർജിനെ വിവാഹം ചെയ്തു. പാർട്ടിയുടെ കൂത്താട്ടുകുളം ലോക്കൽ സെക്രട്ടറിയായിരിക്കെ ഒളിവിൽ കഴിയുന്ന സഖാക്കൾക്ക് വിവരം കൈമാറിയെന്ന പേരിൽ മേരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 1964 പാർട്ടി പിളർപ്പിനെ തുടർന്ന് മേരിയും ജോർജും CPIക്കൊപ്പം നിലകൊണ്ടു. കേരളത്തിലെ വിപ്ലവ പോരാട്ടങ്ങളുടെ ചരിത്രം പറയുന്ന കനലിരിയും കാലം മേരിയുടെ ആത്മകഥയാണ്. പോലീസിൽ നിന്നുണ്ടായ കൊടിയ പീഡനങ്ങളെക്കുറിച്ച് മേരി ആത്മകഥയിൽ വിവരിക്കുന്നുണ്ട്. 80 വയസ്സിൽ ക്യാൻവാസിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങിയ മേരി സ്വന്തം ചിത്രങ്ങളുടെ പ്രദർശനവും നടത്തിയിരുന്നു. CPI നേതാവും മുൻ വനമന്ത്രിയുമായിരുന്ന ബിനോയ് വിശ്വത്തിന്റെ ഭാര്യാമാതാവാണ് കൂത്താട്ടുകുളം മേരി. മേരിയുടെ മാതൃസഹോദരിയായിരുന്നു കവയത്രിയായിരുന്ന മേരി ജോൺ കൂത്താട്ടുകുളം. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.